ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് രണ്ട് ഡൗട്ട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതിലൊരു ഡൗട്ടായിരുന്നു, ഇഷ്ട സാഫല്യത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നിലവിൽ ഒരു വഴിപാട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തകിട്, ഏലസൊക്കെ ജപിച്ച് ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ ഏതെങ്കിലുമൊക്കെ ചെയ്യാമോ? അപ്പോൾ അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദോഷവുമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ അടുത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിപാടോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും വർക്കാകുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു തകിട് അല്ലെങ്കിൽ ഏലസൊക്കെ ജപിച്ച് നമ്മുടെ ശരീരത്തിൽ അത് ധരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ 100% വിശ്വസിക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം നമുക്ക് ഒരാപത്തും വരികയില്ല എന്നും, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ അത് ധരിച്ചിരിക്കുന്നത് എൻ്റെ ആഗ്രഹം നടക്കുമെന്നുമുള്ള ഒരു ഉത്തമ വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ആ ടൈമിൽ നിങ്ങൾ ഇപ്പം അത് ധരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിങ്ങൾ കീപ്പ് ചെയ്യും അല്ലേ. ഇപ്പൊ നോൺ വെജ് കഴിക്കരുതെന്നാണെങ്കിൽ ആ ടൈമിൽ നോൺ വെജ് കഴിക്കാതെ നോക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ആയുർവേദ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് നമ്മളൊരു അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വഴിപാടുന്നത് നമ്മൾ എന്തെങ്കിലും അരിഷ്ടോ കഷായോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ പഥ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഥ്യം കീപ്പ് ചെയ്യും. എന്തുകൊണ്ടാ? നമുക്കൊരു വിശ്വാസമുണ്ട്, അവര് പറയുന്നത് അതേപോലെ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രോഗം മാറും അല്ലെ. അമ്പലത്തിൽ ചെന്ന് നമ്മളൊരു വഴിപാട് കഴിക്കുമ്പോൾ ഒരു തിരുമേനി പറയാണ് ഇന്ന കാര്യം ഇതിന് നല്ലതാണ്, ഈ ഒരു വഴിപാട് കഴിച്ചാൽ എല്ലാം ഇത് മാറും, ഒത്തിരി പേർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു വിശ്വാസം ഉള്ളതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എന്താണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് മനസ്സിലാക്കാത്തവർക്കായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ജാതി മതം ഒന്നുമില്ല, ഇതൊക്കെ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ജാതി മതത്തിന്റെ ഒരു കാര്യവും ഇല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ച നിയമമാണ്, പ്രപഞ്ച ശക്തിയാണ്. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിലനിൽക്കുന്ന സത്യമാണ്. ഇതിന് ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ ഒന്നുമില്ലാതെ ആരിലും പ്രവർത്തിക്കുന്ന ഒരേ ഒരു നിയമമാണ് ഇത്. എങ്കിലും ഈ ഒരു കാര്യം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട്, മറ്റൊന്നും അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ അമ്പലം വഴിപാട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറയുന്നത്, നമ്മൾ ഹിന്ദുക്കൾക്ക് എത്ര പേർക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്ഷേത്രം, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്, എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്, ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ചിലപ്പോ ആൻസർ അറിയില്ലാതെ അല്ലെങ്കിൽ അറിയില്ലാതെ നമ്മൾ പോകുന്ന പലരും കാണും. ഇതൊക്കെ പറയുമ്പോൾ ഇവളാരാ ഇതിന് മാത്രം പറയാൻ, എന്ത് പണ്ഡിതയാണെന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ അച്ഛൻ ഒരു ജ്യോത്സ്യനായിരുന്നു. പിന്നെ കുടുംബപരമായിട്ട് നമുക്ക് ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അച്ഛൻ അവിടെ പൂജ ചെയ്തിട്ടുള്ളത് കൊണ്ടൊക്കെ ഉള്ള അറിവിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ തന്നെ പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ള അറിവുകളെ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കൊരറിവ് കിട്ടുമ്പോൾ നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. എനിക്കിതിനകത്ത് ഒരുപാട് അറിവില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരുത്തി തരികയോ നിങ്ങൾക്ക് പറഞ്ഞു തരികയോ ഒക്കെ ചെയ്യാം. അപ്പൊ എന്താണ് ക്ഷേത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവെന്ന് പറയുന്നത്, അതായത് ക്ഷേത്രത്തെ ത്രയനം ചെയ്യുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ക്ഷേയാത് ത്രായതേ ഇതി, ഒരു സംസ്കൃത വാക്കാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നാശത്തിൽ നിന്നും രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആപത്ത് അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് വിചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം, നാശത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു സ്ഥലം, ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ അമ്പലം എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അൻപ് പ്ലസ് അളം. അൻപെന്ന് പറയുമ്പോൾ സ്നേഹം, ദയ, കാരുണ്യം. അപ്പൊ ആ സ്നേഹത്തെ അളക്കുന്നത്, അളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ആ സ്നേഹത്തെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് അമ്പലം, ക്ഷേത്രം. അപ്പൊ ഇതൊക്കെയാണ് ആ പേര് അതിന് വരാനായിട്ട് കാരണം. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പറയില്ലേ, ദൈവം എവിടെ വസിക്കുന്നു? നമ്മുടെ മനസ്സിൽ വസിക്കുന്നു. കാരണം അമ്പലം, ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. എവിടെയാണ് സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മളിൽ തന്നെയാണ് അല്ലെ.
നമ്മളിൽ തന്നെയാണ് സ്നേഹവും ചൈതന്യവും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറി നമ്മുടെ മനസ്സ് തന്നെയാകുമ്പോൾ നമ്മൾ മറ്റൊരിടത്ത് തേടി പോകേണ്ട ഒരു കാര്യമില്ല. എന്നിരുന്നാൽ പോലും എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേയാത്രായതേ ഇതി, ക്ഷതത്തിൽ നിന്നും ത്രയനം ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലം, ഒരിടമാണ് ക്ഷേത്രം. അതായത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കൃത്യമായ കണക്കുകൾ, ശാസ്ത്രവും എല്ലാം ചേർന്ന് ആ കണക്കുകൾ പ്രകാരം കൃത്യമായിട്ട് ഒരു ശില, പഞ്ചലോഹം അല്ലെങ്കിൽ ഒരു ശില അത് ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം ശ്രീകോവിലായിട്ട് വാർത്തെടുക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടാണ്. അപ്പൊ ആ പോസിറ്റീവായിട്ടുള്ള എനർജി, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒട്ടാകെ എനർജി ഉണ്ട്. അപ്പൊ ആ പോസിറ്റീവ് എനർജി എല്ലാം കൂടി ആവാഹിച്ച് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഇടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്? ക്ഷേത്രത്തിൽ പോകേണ്ടത് ഇത് തന്നെ. അപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് തീരുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് വെക്കും അല്ലെ, ബാറ്ററി ലോ എന്ന് കാണിക്കുമ്പോൾ. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും പോസിറ്റീവ് എനർജി കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ആ പോസിറ്റീവ് എനർജിയെ നേടിയെടുക്കാൻ വേണ്ടി അത് നമ്മളിലേക്ക് ചാർജ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത്, ആ പോകേണ്ട രീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആ പോകേണ്ടതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവിടെ ചെന്നാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇനി അവിടെ ചെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഈ ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ എന്താണ് ക്ഷേത്രം എന്ന് മനസ്സിലായി. എന്തിനാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത് എന്ന ചോദ്യത്തിന് സാധാരണ നമ്മൾ എപ്പോഴാ ക്ഷേത്രത്തിൽ പോകുന്നേ? ഒന്നുകിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ദിവസങ്ങളിൽ, നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയോ ഹസ്ബൻഡിന്റെയോ ഒക്കെ പിറന്നാൾ ദിവസം, ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഭഗവാനെ കാണിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പോകും. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, എന്തെങ്കിലും ഒരു രോഗാവസ്ഥയോ കാര്യങ്ങളോ ആർക്കെങ്കിലും വന്നു അത് മാറുന്നതിന്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോഴും നമ്മൾ സാധാരണ ഭഗവാന്റെ അടുത്തേക്ക് പോകാറുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ശരിക്കും എന്തിനാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ പോസിറ്റീവ് എനർജിയെ ആവാഹിക്കുന്നതിന്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ഊർജത്തെ നിറയ്ക്കുന്നതിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടത്. അപ്പൊ ഈ പോസിറ്റീവ് ഊർജം നിറച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും വിഘടിക്കുന്ന എനർജിയും ഇത് തന്നെയാണ്. ഇതിന് മാച്ചായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയുകയാണ്, എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്. സാധാരണ നമ്മൾ പറയും ശരീരശുദ്ധി വരുത്തിയിട്ട് പോകണം. ഞാൻ അതിനോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ശരീരശുദ്ധി പോലെ തന്നെ പ്രധാനമാണ് മനഃശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ശരീരം എത്ര തന്നെ നീറ്റാക്കി കുളിച്ചു, നല്ല വെടിപ്പായി, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ പോകും. നമ്മുടെ മനസ്സിൽ ഒരാളോട് ദേഷ്യം, വെറുപ്പ്, അസൂയ, കുശുമ്പ്, അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ദോഷം വരണം, ഇതൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ചുകൊണ്ട് പോയിട്ടാണെങ്കിൽ ആ എനർജിക്ക് നിങ്ങളിലേക്ക് കടക്കാൻ പറ്റാതെ വരും. കാരണം ചിന്തകൾ കൊണ്ട് കൂട്ടുന്ന ഒരു മനസ്സിലേക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജിക്ക് കടന്നുകൂടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിന്നും വേണ്ടാത്ത ചിന്തകളെ എല്ലാം നീക്കം ചെയ്തുകൊണ്ട് മനസ്സ് വളരെ പോസിറ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് തന്നെ. ഓക്കെ, അപ്പോ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിന് ഒരു കാര്യം പറയാം. ശരീരശുദ്ധി എന്ന് പറഞ്ഞു. ഈ ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പലരും അതുകൊണ്ടാണ് ആർത്തവ സമയത്ത് അമ്പലങ്ങളിൽ പോകരുത് എന്ന് പറയുമ്പോൾ ആർത്തവം അശുദ്ധിയാണ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ ആർത്തവം അശുദ്ധിയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതും ദൈവം തന്നെ തന്നതാണ് സ്ത്രീകൾക്ക്, ഒരു അനുഗ്രഹമാണ് ഇതെല്ലാം. ഒരു 13-14 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സായിട്ട് പോലും ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് ആർത്തവം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അച്ഛനും അമ്മയും എത്രമാത്രം ടെൻഷൻ അടിച്ച് ഉള്ള ഹോസ്പിറ്റലുകളിൽ മുഴുവൻ പോയി ഡോക്ടറെ കാണിക്കും എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ ഇത് അശുദ്ധിയാണെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ സന്തോഷിച്ചാൽ പോരെ, എൻ്റെ കുട്ടിക്ക് ഈ അശുദ്ധിയില്ല, എൻ്റെ കുട്ടി വളരെ ശുദ്ധിയുള്ളതാണ് എന്ന് സമാധാനിച്ച പോരെ. അപ്പൊ ഒരിക്കലും ഇത് അശുദ്ധിയല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ ടൈമിൽ നമ്മൾ പോകരുതെന്ന് പറയുന്നതിൻ്റെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തില് ഹീറ്റ്, നമ്മുടെ ശരീരത്തിൽ ചൂട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ ആർത്തവ സമയത്ത്. അപ്പൊ നമ്മുടെ ബോഡി ഹീറ്റ് ഉള്ളപ്പോൾ ഈ പറയുന്ന പോസിറ്റീവ് എനർജി, അതായത് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള എനർജി എന്ന് പറയുന്നതും ഈ ചൂടാണ്, ഹീറ്റാണ്.
അപ്പൊ ഈ എനർജി രണ്ട് എനർജിയും കൂടി വരുമ്പോൾ, അതായത് രണ്ടും ചൂടാണ്, അപ്പൊ ഇത് തമ്മിൽ നേരെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വരില്ല, അത് നേരെ തട്ടി അത് വിഘടിച്ച് പോവുകയുള്ളൂ. അപ്പൊ നമുക്കതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടില്ല. അപ്പൊ ആർത്തവ സമയത്ത് ഒരു സ്ത്രീക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടേണ്ട ഗുണം എന്താണോ ആ ഗുണം അബ്സോർബ് ചെയ്യാൻ അവളുടെ ശരീരം അപ്പോൾ പാകപ്പെട്ടതല്ല എന്ന കാരണത്താലാണ് ആ ടൈമിൽ അവിടെ പോകരുത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അശുദ്ധമാണ്, ശരീരശുദ്ധി ഉള്ളപ്പോൾ എന്ന രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ശരീരശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് കുളിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത് മിക്ക ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ക്ഷേത്രക്കുളങ്ങളുണ്ട് അല്ലെ. എന്തിനാണ് ക്ഷേത്രക്കുളം? അവിടെ വന്ന് നമ്മൾ അടിച്ചു നനച്ച് തുണി അലക്കി അതിനൊന്നും ഉള്ളതല്ല. അവിടെ പൂജാരിമാർക്ക് മാത്രം മുങ്ങിക്കുളിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മുങ്ങിക്കുളിക്കുക, മുങ്ങിക്കുളിച്ച് കയറുക, ഈറനോട് കൂടി പോയി നമ്മൾ തൊഴുക എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തണുപ്പായിട്ട്, അതായത് ഈറനോടെ നമ്മൾ മുങ്ങി കുളിച്ച ആ ഈറൻ വസ്ത്രത്തോടു കൂടി നമ്മൾ പോയി നിന്ന് അമ്പലങ്ങളിൽ അകത്തേക്ക് കയറി തൊഴുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്ന തണുപ്പായി കഴിഞ്ഞു അല്ലെ. ഈ തണുപ്പുള്ള സമയത്താണ് ആ വിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന പോസിറ്റീവ് എനർജിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അമ്പലത്തിനകത്ത് കയറുമ്പോൾ പുരുഷന്മാര് ഷർട്ട് ഊരി ഇതാവണം. അതായത് നമ്മളെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് ആ എനർജിയെ ആവാഹിക്കുന്നതിനായിട്ടാണ്. സ്ത്രീകൾക്ക് അത് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ തൊഴുമ്പോൾ അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ നിന്നും കയ്യിൽ പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കും അല്ലെ, കൊട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് തൊഴും. ശരിക്കും നമ്മൾ ചെരിഞ്ഞു നിന്ന് ഈ ഒരു ഗ്യാപ്പ്, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ തള്ളവിരല് രണ്ടും കൂടി ചേരുമ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെയും ആ എനർജിയെ, അതായത് നേരിട്ടല്ലാതെ ആ എനർജിയെ ആവാഹിച്ച് നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് അതാണ് ചെരിഞ്ഞു നിന്ന് തൊഴുക. അതൊക്കെ ആ എനർജി ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് ആണ് അവിടെ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇനി ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ടാണല്ലോ അമ്പലത്തിൽ പോകുന്നത്, അതിന്റെ പിന്നിലും സയൻസ് ഉണ്ട്. അതായത് നഗ്നപാതരായിട്ട് നടക്കുമ്പോൾ ആ എനർജിയെ, ആ ഭൂമിയിലുള്ള എനർജിയെ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഇതിനാണ് നഗ്നപാതരായിട്ട് നടക്കണമെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ചെരുപ്പ് ഊരിയിടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ഇതുപോലെ അമ്പലങ്ങളിലേക്ക് ചെല്ലുന്നു, പോകുമ്പോൾ തന്നെ അതുപോലെ തന്നെയുണ്ട്, ശുഭ്രവസ്ത്രധാരികളായിട്ട് പോകണം എന്ന് പറയും. വെളുത്ത നിറത്തിലുള്ള വസ്ത്രം, വെള്ള നിറത്തിന് സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും ഒക്കെ. നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ മനഃപൂർവ്വം ഈ ഒരു സാരി ഉടുത്തിരുന്നതാണ്. സെറ്റ് സാരി, സെറ്റ് മുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ സെറ്റ് സാരി ഉടുത്ത് സെറ്റ് മുണ്ട് കൊടുത്ത് കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ, പിറന്നാളാണോ എന്നൊക്കെ ചോദിക്കും. അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഈ വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിന് വെള്ള എല്ലാ നിറങ്ങളെയും സംയോജിപ്പിക്കാൻ കഴിവുള്ളതാണ്. പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വസ്ത്രം, ഒരു നിറമാണ് വെള്ള എന്ന് പറയുന്നത്. അപ്പം എല്ലാമായിട്ട് സംയോജിക്കാനുള്ള ഒരു കഴിവ്, ഒരു സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും ഒക്കെ പ്രതീകം എന്നവണ്ണമാണ് നമ്മൾ ഈ വെള്ള നിറം ധരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇനി ആദ്യം തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണ് ഏറ്റവും ആദ്യം വരുന്നത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വഴിപാട് കൗണ്ടർ എന്ന് പറഞ്ഞൊരിത് കാണും. നേരെ അവിടേക്കായിരിക്കും നമ്മുടെ ദൃഷ്ടി പോകുന്നത്. നമ്മൾ ചെല്ലുന്നു, വഴിപാട് അല്ലെ, രസീതൊക്കെ എടുക്കുന്നു, പിന്നെയാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് തന്നെ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യകതയില്ല. അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോ പറയുമ്പോൾ പലരും പറയും ഞങ്ങളുടെ വയറ്റത്തടിക്കാൻ വേണ്ടിയിട്ട്, കഞ്ഞൂടി മുട്ടിക്കാൻ വേണ്ടി. ഒന്നുമല്ല, ഞാൻ വ്യക്തമായിട്ട് ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് റിസീവ് ചെയ്യുകയും നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ അഫർമേഷനായിട്ട് പറയുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഇടമാണ് ക്ഷേത്രങ്ങൾ. മറ്റൊന്നും അവിടെ ഇല്ല. അവിടെ ദൈവം, ആരാധിക്കുന്ന ആ മൂർത്തി, പ്രപഞ്ചശക്തിയും നിങ്ങളും തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷനാണ്. അവിടെ ഒരു ഇന്റർമീഡിയറിയുടെ ആവശ്യകത ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ശില അത് കണ്ണുകൊണ്ട് കണ്ട് നമ്മളത് കണ്ണുകൾ അടച്ച് ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു കാര്യം അവിടെ വന്നു, വിഷ്വലൈസേഷൻ.
രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രാർത്ഥന. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും, ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും, ജോലിയുടെ കാര്യത്തിലായിരിക്കും, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ, വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും, അതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവ് വാചകങ്ങളായിട്ട്, അഫർമേഷൻ ആയിട്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുക. എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നന്ദി ദൈവമേ, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നതിന് നന്ദി, ഇതുപോലെ തന്നെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് നന്ദി, എൻ്റെ മകൻ്റെയോ മകളുടെയോ നല്ല വിദ്യാഭ്യാസത്തിന് നന്ദി, അവർക്ക് നല്ല ജോലി ലഭിച്ചതിന് നന്ദി. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഭാവത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ അഫർമേഷനായിട്ട് നമ്മൾ പറയുന്നു, നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു. ഇപ്പോഴൊക്കെ നമ്മുടെ ആ എനർജി നമ്മളിൽ നിലനിൽക്കുകയാണ്. ഹൈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മളിൽ നിൽക്കുന്നത്. പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകും ഇതെല്ലാം തന്നെ. ഇനി വന്നതിന് ശേഷം നമ്മൾ അവിടെ ക്ഷേത്രങ്ങളിൽ സാധാരണ ഇത് കഴിഞ്ഞിട്ട് നമസ്കരിക്കുക. അതാണ് നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്. നമസ്കാരം എന്ന് പറയുന്നത് ആണുങ്ങളും സ്ത്രീകളും ഒക്കെ നമസ്കരിക്കുന്ന രീതികൾ നിങ്ങൾക്ക് അറിയാൻ വ്യത്യാസമുണ്ട്. പക്ഷെ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, തെറ്റാണെന്നുള്ളതല്ല, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, നമ്മൾ വെറുതെ കാലുകൾ ഇങ്ങനെ അകത്തി നമ്മൾ കമന്ന് കിടന്ന് ആ ഒരു നമസ്കാരമല്ല. ശരിക്കും വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമസ്കരിക്കണം. വജ്രാസനത്തിന്റെ ദേ പോസ്റ്റർ ഇവിടെ കാണിച്ചേക്കാം കേട്ടോ. ഇതേപോലെ വേണം നമ്മുടെ കാൽപാദത്തിലേക്ക് നമ്മൾ ഇരുന്ന് നമ്മുടെ നെറ്റി, അതായത് നേരിട്ട് നമ്മൾ ഇങ്ങനെയല്ലാതെ ആ നെറ്റി നമ്മുടെ ആ ഒരു ക്ഷേത്ര മുറ്റത്ത്, അതായത് ആ തറയിൽ മുട്ടിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുക. ഇതെല്ലാത്തിന്റെ പിന്നിൽ സയൻസ് ആണ്. ഓക്കെ, അപ്പൊ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമസ്കരിക്കുക. ഇതാണ് സ്ത്രീകൾ നമസ്കരിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അടിപ്രദക്ഷിണം വെക്കുന്നത്, ഓരോ അടിയും ചുവട് വെച്ച് ആവുമ്പോൾ നമ്മൾ ഒന്നാ പ്രാർത്ഥന അഫർമേഷൻ ഉണ്ട്, പ്ലസ് ആ അഫർമേഷന്റെ ഒപ്പം നമുക്ക് എന്താ, നമ്മുടെ കാൽപാദത്തിലൂടെ ആ പോസിറ്റീവായ എനർജിയാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രണ്ട് ഗുണങ്ങളും കൂടെ സംയോജിക്കുകയാണ് ആ ഒരു സമയത്ത്. ഇനി നമ്മൾ സാധാരണ പ്രദക്ഷിണമൊക്കെ ചെയ്ത് വന്ന് തീർത്ഥം അല്ലെങ്കിൽ പ്രസാദമൊക്കെ വാങ്ങിച്ചു, നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും അല്ലെ. അവിടെ വേറൊരു കാര്യം നമ്മൾ ചെയ്യാറില്ല. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ അതിനായിട്ടുള്ളൊരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാകും. നമ്മൾ അവിടെ ഒരു 5 മിനിറ്റ് സമയം ഇരിക്കണം എന്ന് പറയും. ഇതെന്തിനാ, വെറുതെ ഇരിക്കലല്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇരിക്കേണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച് വർത്താനം പറയാനുള്ള ഇരിക്കലല്ല, മെഡിറ്റേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്. നമ്മുടെ കൈകൾ രണ്ടും തുടയുടെ മുകളിൽ വെച്ച് നമ്മൾ നട്ടെല്ല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് കണ്ണുകൾ അടച്ച് ആ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്. ഇതെല്ലാം നടത്തി തന്നിരിക്കുന്നു ദൈവം, പ്രപഞ്ചശക്തി ഇതെല്ലാം നമുക്ക് നടത്തി തന്നിരിക്കുന്നു. അത് നടത്തി കഴിഞ്ഞാലത്തെ നമ്മുടെ ആ ജീവിത രീതി, നമ്മുടെ സന്തോഷം, ഇതെല്ലാം നമ്മൾ അവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് 5 മിനിറ്റ് ധ്യാനമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രം വിട്ട് പുറത്തേക്ക് പോകുന്നതിനായിട്ട്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ 1 രൂപ പോലും ഭഗവാൻ സമർപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ ഭഗവാൻ ഒന്നും കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ ഞാൻ പറഞ്ഞില്ല. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, പ്രൊവൈഡേഴ്സ് ആണ്. അവരൊന്നും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്നവരല്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ വഴിപാടുകൾ, ഇപ്പം പല ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അർച്ചന കഴിപ്പിക്കാറുണ്ട് അല്ലെ, പുഷ്പാഞ്ജലി. 27 നാളുകൾ ഉള്ളതിലും അവർ കോമൺ ആയിട്ട് ആ പൂജ കഴിഞ്ഞ് മൂലമന്ത്രമൊക്കെ ചൊല്ലി അവർ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അർച്ചന ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചെന്ന് ചീട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇലയിൽ അവർ തന്നു കഴിഞ്ഞു. നമ്മളുടെ നാളോ പേരോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനുള്ള സമയം, അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 500-600 ആളുകൾ ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ നാളും പേരും വെച്ച് പറഞ്ഞാൽ നട അടയ്ക്കേണ്ട സമയമായാലും പുഷ്പാഞ്ജലി തീരില്ല അല്ലെ. അപ്പൊ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 27 നാളുകളുടെയും കോമൺ ആയിട്ട് ചെയ്തു വെച്ചതിൽ നിന്നാണ്. ഇതിപ്പോ നമ്മൾ ചെയ്താലും ചെയ്തില്ലേലും അതിൽ നിന്ന് തന്നെയുള്ള പൂവും ചന്ദനവും തീർത്ഥവും നമുക്കിപ്പോ എവിടെയെങ്കിലും കിട്ടും അല്ലെ. ഇനി എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇത് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോവാതെ നമുക്ക് തന്നെ എന്തെങ്കിലും, ഇപ്പം അതായത് കദളിപ്പഴം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള പൂവ്. പക്ഷെ ഇതൊന്നും ചില ക്ഷേത്രങ്ങളിൽ എടുക്കില്ല, നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നും. അവിടുന്ന് തന്നെയെന്ന് പറയും ചിലര്. അതൊക്കെ എനിക്കറിയില്ല. പല ക്ഷേത്രങ്ങളും ബിസിനസ് കേന്ദ്രങ്ങളായിട്ടും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എണ്ണ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. അതായത് കെടാവിളക്ക് പുറകിലത്തെ വിളക്കിൽ ഒഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കും. പക്ഷേ ഈ കൊടുക്കുന്നത് മുഴുവനും അവർക്ക് അവിടെ ഒഴിക്കാൻ പറ്റും? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുഴുവൻ നിറഞ്ഞ് ശ്രീകോവിൽ മുഴുവനും എണ്ണയായി മാറും.
അപ്പൊ ഒരു 10-30 പേര് കൊണ്ടുവരുന്ന എണ്ണയാണ് അവർക്ക് പൊട്ടിച്ച് അതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ ഇവരെന്ത് ചെയ്യും? നേരെ സ്റ്റോറിലേക്ക് വീണ്ടും മാറ്റും. അടുത്ത ആള് വരുമ്പോൾ അവിടുന്ന് വീണ്ടും 20 രൂപ അല്ലെങ്കിൽ 30 രൂപ കൊടുത്ത് ഇത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കും. ഇവിടുന്ന് നേരെ ശ്രീകോവിലിൽ നിന്ന് നേരെ ബാക്കിലേക്ക് സ്റ്റോറിലേക്ക് പോയി ഇതിങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിലൊന്നും വഴിപാടിന് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വിചാരിക്കാം, ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണ് അവിടുത്തെ ഫണ്ട് എന്ന് പറയുന്നത്, അവരുടെ വരുമാനം എന്ന് പറയുന്നത്. കാരണം ഏത് ക്ഷേത്രവും നടത്തിക്കൊണ്ട് പോകുന്നെങ്കിൽ ചെലവുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണ, തിരി, അല്ലെ, അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ പൂജയ്ക്ക് പൂക്കൾ വേണം. ഈ പൂക്കള് മാലയായിട്ട് കെട്ടുന്നതിന് കഴകക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അതുപോലെ ഉണക്കലരി നിവേദ്യത്തിനായിട്ടുള്ളത് വേണം, ശർക്കര, നെയ്യ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സാമ്പ്രാണിത്തിരി, ഇതെല്ലാം വേണം. അപ്പോൾ ഈ പറയുന്ന ചെലവുകളൊക്കെ ആരാ വഹിക്കുക? ഇപ്പൊ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാർ വഹിച്ചോളെന്ന് പറയും. സർക്കാർ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാണിക്കകളും അല്ലെങ്കിൽ പണവുമാണ് അതിലേക്ക് തന്നെ എത്തുന്നത്. ഇത് പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണെങ്കിൽ, കുടുംബപരമായിട്ട് നടത്തുന്ന ആളുകളാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ഈ ചെലവ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളും കൂടിയാണ്, അല്ലെ? ഓരോ നാട്ടിലെയും പുരോഗതിക്കുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കൂടി ആയതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു തുക ആ നടക്കിൽ വെക്കാം. പ്രത്യേകിച്ച് ഒരു വഴിപാട് ചെയ്തില്ലെങ്കിൽ പോലും. കാരണം നമുക്കറിയാം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതിന് ചെലവുണ്ട്. നമ്മളെ പോലുള്ള ആളുകൾ സന്തോഷം കൊണ്ട് എന്തെങ്കിലും ഒന്ന് അർപ്പിക്കുക. ഇതാണ് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ വഴിപാടും കഴിച്ചു, ഇതൊക്കെ കഴിഞ്ഞാൽ തിരുമേനിക്ക് ഒരു 100-ന്റെ നോട്ട് അവിടെ കൊടുത്തു. തിരുമേനി വളരെ സന്തോഷമായി നമ്മളെ പ്രസാദിച്ചു, നമ്മൾ അവിടുന്ന് പോന്നു. തിരിച്ചിറങ്ങി കഴിയുമ്പോൾ കാണാം ഈ ക്ഷേത്രങ്ങളുടെ സൈഡിലൊക്കെ ഭിക്ഷയാചിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിചാരം ദൈവം അകത്തല്ലേ, ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലാണല്ലോ ദൈവം എന്ന് പറയുന്നത്, ആ പൂജാരിയിലാണല്ലോ ദൈവീകതയെല്ലാം. ഈ പുറത്തിരിക്കുന്ന ധർമ്മക്കാർക്ക് എന്താ ദൈവീകതയുള്ള? ഒന്നുമില്ല എന്ന് വിചാരിക്കും. പറ്റുവാണെങ്കിൽ നമ്മൾ അവിടെ 100 രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് എന്തെങ്കിലും ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണപ്പൊതിയോ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ദൈവീകത അതിലൊക്കെയാണ്. കാരണം ഇപ്പൊ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. അവിടെ വന്ന് ഇരിക്കുമ്പോൾ അതും നമ്മൾ പറയും ഭിക്ഷയാചിക്കുന്നവരും ഇത് ബിസിനസ് ആക്കിയിട്ടല്ലേ. കാരണം ഉത്സവ സീസണിലൊക്കെ അവർക്ക് അറിയാം അമ്പലത്തിന്റെ അടുത്ത് വന്നിരുന്ന ഇതൊക്കെ കിട്ടുന്നറിയാം. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് പോയി വേറെ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിനകത്തുള്ളവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? എല്ലായിടത്തും എല്ലാം ബിസിനസ് തന്നെയാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നോക്കണ്ട. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതൊക്കെയല്ല ഞാനിപ്പോ പറഞ്ഞു വന്ന ടോപ്പിക്ക്. എന്താണ് ക്ഷേത്രം? നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരിടം, നമ്മുടെ നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യുന്ന ഒരിടം. എന്തിനാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്? ക്ഷേത്രത്തിൽ പോകേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ആവാഹിക്കുന്നതിന്. നമ്മൾ എപ്പോൾ ഡൗൺ ആകുന്നു, നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആകുന്നു, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകണം. എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടത്? ശരീരശുദ്ധിയേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് മനഃശുദ്ധി. മനഃശുദ്ധിയും ശരീരശുദ്ധിയും വരുത്തി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ഈ പറയുന്ന വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, ഈ 4 കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷനും ക്ഷേത്രങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ജാതിക്കും മതത്തിനും അതീതമാണ്. എല്ലാ ജാതിയിലും മതത്തിലും ഉള്ളവർക്കും ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇത് പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ചം ഉണ്ടായ കാലം തുടങ്ങിയാണ്. അതുകൊണ്ട് എന്ത് വഴിപാട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും, എന്ത് ഏലസ് നിങ്ങൾ ധരിച്ചു എന്ന് പറഞ്ഞാലും, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നതിന്, അതിന്റെ പ്രാക്ടീസുകൾ ചെയ്യുന്നതിന് യാതൊന്നും നിങ്ങൾ ഭയക്കണ്ട. നിങ്ങൾക്ക് യാതൊരു ദോഷവും വരില്ല. കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഏതാ? നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിലെ വിശ്വാസങ്ങളും. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.